ആരംഭിക്കാം. ഓം സഹനാവതു സഹനോ ഭുനക്തു സഹ വീര്യമുപരവാഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും നീതമാണ്. നവമസ്കന്ധം 10-ാം അധ്യായം 33 ലൈൻ എഴുതുന്നത്. അതെ സർ, 33-ാമത്തെ സർ. ശരി. അവഗീര്യമാണ കുസ്മൈർ ലോകപാലാർപ്പിതൈപഥി ഉപഗീയമാനചരിത ശതധൃത്യാദിഭിർമുദാം. അങ്ങനെ സീതാരാമന്മാരും ലക്ഷ്മണനും ഇവരെല്ലാവരും കൂടി അയോധ്യാപുരിയിലേക്ക് എത്തി. ഇനി അഭിഷേകമാണ് എന്ന കാര്യം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വർണ്ണിച്ചു തീർത്തത്. അവഗീര്യമാണഹ പൊഴിച്ചുകൊണ്ട്, കുഹുമൈഹി പൂക്കൾ പൊഴിച്ചുകൊണ്ട്, പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട്, ലോകപാലർപ്പിതൈഹി ലോകപാലന്മാരാൽ അർപ്പിക്കപ്പെട്ട കുസുമവൃഷ്ടി സ്വീകരിച്ചുകൊണ്ട്, പഥി വഴിയിൽ, ഉപഗീയമാന ചരിതം പാടപ്പെട്ടുകൊണ്ട്, ശതധൃത്യാദിഭിർമുദ. ശതധൃതി ബ്രഹ്മാവിന്റെ ഒരു വാക്കാണ്. ശതം എന്നുള്ളതിന് 100 എന്നല്ല, അനന്തം എന്നുള്ള അർത്ഥത്തിലാണ്. അനന്തമായ സൃഷ്ടിവൈഭവത്തിന്റെ ധൃതിയോട് കൂടിയവൻ ആരോ അവനെയാണ് ശതധൃതി. ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വാക്കാണ്. ശതധൃതി ആദിഭിഹി ബ്രഹ്മാവ് മുതലായവരാൽ കീർത്തിക്കപ്പെടുന്ന ചരിതത്തോടു കൂടിയവനായിട്ട് ലോകപാലന്മാരും ബ്രഹ്മാവുമൊക്കെ ഭഗവൻ മഹാത്മ്യത്തെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട്, പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട്, അങ്ങനെ ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമി അയോധ്യാപുരിയിലേക്ക് എത്തി എന്ന് വർണ്ണിച്ചതാണ്. അവഗീയമാണ കുസ്മൈർ ലോകപാലാർപ്പിതൈപഥീം ഉപഗീയമാന ജലിതൃത്യാദിഭിർമുദാം. അവഗീയമാണ കുസ്മൈർ ലോകപാലാർപ്പിതൈപഥി ഉപഗീയമാന ചരിതൃത്യാദിഭിർമുദാം. അവഗീയമാണ കുസ്മൈർ ലോകപാലാർപ്പിതൈപഥി ഉപഗീയമാന ചരിതൃത്യാദിഭിർമുദാം. ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാന്തരം വത്സലംബരം മഹാകാരുണികോദപ്യജടിലം സന്ധിദേശം. ഗോമൂത്രയാവകം, ഗോമൂത്രത്തിൽ വേവിച്ചെടുത്ത അന്നം. അതാണ് യാവകം, യവാദികളായ ധാന്യം നൃത്തം. അത് ഗോമൂത്രത്തിൽ വേവിച്ചെടുത്തതായ ധാന്യം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവനായ അർജുനെ കുറിച്ച് കേട്ടിട്ട്, ശ്രുത്വാ ഭ്രാതരം സഹോദരനെ കുറിച്ച് കേട്ടിട്ട്, വൽക്കലമ്പലധരം വൽക്കലം ആകുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവൻ, മഹാകാരുണികൻ ഏറ്റവും അധികം കാരുണ്യത്തിന്റെ മൂർത്തിമദ്ഭാവമായിരിക്കുന്നവൻ ഭഗവാൻ. അതപ്യ തപിച്ചു, ദുഃഖിച്ചു, ജഡിലം സ്ഥണ്ടിരേശയം ജഡധരിച്ച് സ്ഥണ്ടിലം നിലത്ത് താഴെ അവിടെ തറയിൽ സ്ഥണ്ടിലെ ശയതീതി സ്ഥണ്ടിലേശഃ നിലത്ത് കിടക്കുന്നവൻ.
മ്യൂട്ട് ചെയ്യാതെ ലീലാമണി ആകും. മ്യൂട്ട് ചെയ്യാത്തതിന് ശബ്ദം കേൾക്കുന്നത് മ്യൂട്ട് ചെയ്താൽ ആ ഫോൺ മ്യൂട്ട് ചെയ്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികഃ അതപ്യത് തപിച്ചു ദുഃഖിച്ചു എന്നത്. ജഡിലം സ്ഥണ്ടിലേശയം ജഡധരിച്ച് നിലത്ത് കിടന്ന് ഉറങ്ങുന്നവനായ അരിഞ്ഞനെ കുറിച്ച് കേട്ടിട്ട് രാമൻ, കാരുണികനായ രാമൻ ഏറ്റവും തപിച്ചു എന്നർത്ഥം. ഗോമൂത്രയാവകം കഴിച്ച് പൽക്കലാംബരം ധരിച്ച് ജഡധരിച്ച് തണ്ടിലേശയനായി വ്രതാനുഷ്ഠാനത്തോടെ ഇരിക്കുന്ന അനുജനെ കുറിച്ച് കേട്ടിട്ട് മഹാകരുണികനായ രാമന് സന്താപം ഉണ്ടായി. ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോദപ്യജഡിനം തണ്ടിലേശയം. ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോദപ്യജഡിനം തണ്ടിലേശയം. ഭരതപ്രാപ്തമാകർണ്യ പൗരാമാത്യപുരോഹിതൈ പാതുകേ ശിരഫിന്യരാമം ത്വത്യുജ്വലോഗ്രജം. ഭരതപ്രാപ്തം ആകർണ്യ എത്തിച്ചേർന്ന ഭരതനെ കുറിച്ച് കേട്ടിട്ട് പൗരാമാത്യപുരോഹിതൈഹി പൗരന്മാര്, അമാത്യന്മാർ, പുരോഹിതന്മാരാൽ രാമൻ എത്തി എന്ന് കേട്ടിട്ട് ഭരതൻ പാതുകയെ ശിരഫിന്യഫ്യ പാതുകങ്ങൾ ശിരഫിൽ വെച്ചുകൊണ്ട് രാമം പ്രത്യുജ്യതോ അഗ്രജം ജ്യേഷ്ഠനായ രാമനെ സ്വീകരിച്ചു, എതിരേറ്റു. പ്രത്യുജ്യത പൗരന്മാരോടും അമാത്യന്മാരോടും പുരോഹിതന്മാരോടുമൊപ്പം രാമൻ എത്തി എന്ന് കേട്ടിട്ട് ഭരതൻ പാതുകങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് അഗ്രജനായ രാമനെ സ്വീകരിച്ചു, അല്ലെങ്കിൽ എതിരേറ്റു. ഭരതപ്രാപ്തമാകർണ്യാവൗരാമാത്യപുരോഹിതൈൻ പാതുകേ ശിരഫിന്യഫിരാം പ്രത്യുജ്യതോഗ്രജം. ഭരതപ്രാപ്തമാകർണ്യാവൗരാമാത്യപുരോഹിതൈൻ പാതുകേ ശിരഫിന്യഫിരാമം പ്രത്യുജ്യതോഗ്രജ. നന്ദിഗ്രാമാത്സശിബിരാത് ഗീതവാദിത്തനിഫനൈം ബ്രഹ്മഘോഷേണ ച മുഹു പഠത് ബ്രഹ്മവാദിഭീം. നന്ദിഗ്രാമത്തിൽ നിന്നും സ്വശിബിരാത് സ്വന്തം ശിബിരത്തിൽ നിന്നും ഗീതവാദിത്രനിഫനൈഹി ഗീതങ്ങൾ, വാദിത്രങ്ങൾ, വാദ്യങ്ങൾ ഇവയുടെ ശബ്ദത്തോടുകൂടി ബ്രഹ്മഘോഷേണ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മുഹുപഠത് ബ്രഹ്മവാദിഭി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വേദം ചൊല്ലുന്ന വേദജ്ഞന്മാരോടും ഗീതം, വാദ്യം മുതലായവ മുഴക്കുന്ന വാദകന്മാരോടും കൂടി സ്വന്തം ശിബിരത്തിൽ നിന്നും നന്ദിഗ്രാമത്തിന്റെ ആശ്രമമുള്ള ആ സ്ഥലത്തിലേക്ക് പുറപ്പെട്ടു. അത്യുച്ചത്തിൽ വേദമുച്ചരിക്കുന്ന ബ്രാഹ്മണരെ, ഗാനം പാടുന്നവർ, വാദ്യം ഘോഷിക്കുന്നവർ, അതേപോലെ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവർ, ഇവരുടെ ശബ്ദത്തോടൊപ്പം നന്ദിഗ്രാമത്തിലെ താൻ വസിക്കുന്ന ആശ്രമത്തിന് ഭരതൻ എഴുന്നേറ്റു ചെന്ന് ജ്യേഷ്ഠനെ എതിരേറ്റു സ്വീകരിച്ചു.
നന്ദിഗ്രാമാത് ശിബിരാത് ഗീതവാദിത്രനിഫനൈ ബ്രഹ്മഘോഷേണ ചൗഹു പഠത് ബ്രഹ്മവാദിഭീം നന്ദിഗ്രാമാത് ശിബിരാത് ഗീതവാദിത്രനിഫനൈ ബ്രഹ്മഘോഷേണ ചമുഹു പഠത് ബ്രഹ്മവാദിഭീം സ്വർണകക്ഷപതാകാഭിം ഹൈമൈശ്ചിത്രധ്വജൈരഥൈഃ പദശ്വൈ രുക്മഫന്നാഹൈർ ഫടേ പുരടവർമ്മഭീം സ്വർണകക്ഷപതാകാഭിഃ സ്വർണക്കരയുള്ള പതാകകളോട് കൂടിയവർ. കക്ഷശബ്ദത്തിന് നമുക്ക് മലയാള ഭാഷയിൽ കര എന്ന് പറയാം. അടയാളം എന്നാണ് അർത്ഥം. മുണ്ടിന്റെ കര മുണ്ടിന്റെ അടയാളമാണ് എന്നതുപോലെ സ്വർണ കക്ഷ പതാകാഭി സ്വർണക്കരയുള്ള അല്ലെങ്കിൽ കശവിന്റെ കരയുള്ള സ്വർണം പോലെ തോന്നിക്കുന്ന സ്വർണം ഉള്ള കൊടികളോടും ഹൈമേഹി ചിത്രധ്വജൈഹി സ്വർണം കൊണ്ടുണ്ടാക്കിയ വിശേഷവർണ്ണമുള്ള ധ്വജങ്ങളോടും. കൊടിമരം, കൊടിക്കൂറ. കൊടിമരവും സ്വർണമാണ്. കൊടിക്കൂറയുടെ അറ്റത്ത് രണ്ടു വശത്തും സ്വർണ്ണ നിറം പതിച്ചതുമാണ്. ചിത്രധ്വജൈഹി വേറെ ചില കൊടികൾക്ക് പല വർണ്ണങ്ങളുണ്ട്. വിചിത്രങ്ങളായ ധ്വജങ്ങളോട് കൂടിയ രഥൈഹി രഥങ്ങളിൽ പദശ്വൈഹി നല്ല കുതിരകളാൽ ശ്രേഷ്ഠങ്ങളായ കുതിരകളാൽ രുക്മഫന്നാഹേർ ഫടൈഹി വർണ്ണാഭരണങ്ങളോട് കൂടിയ കുതിരകളോട് കൂടിയ രഥത്തിൽ പുരടവർമ്മഭി സ്വർണക്കവചങ്ങൾ ധരിച്ച. പുരടം സ്വർണം, വർമ്മ എന്ന് പറയുമ്പോൾ കവചമാണ്. പുരടവർമ്മ സ്വർണക്കവചം. പുരടവർമ്മഭി സ്വർണക്കവചങ്ങളാൽ ശോഭിക്കുന്ന ഭടന്മാർ. ഭടന്മാരുടെ കവചങ്ങൾ സ്വർണമാണ്. കുതിരകൾ സ്വർണമാലകൾ ധരിച്ചവരാണ്. സ്വർണധ്വജങ്ങൾ, സ്വർണ പതാകകൾ എല്ലാം സ്വർണമയമായി എതിരേറ്റ് സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു വിശേഷത്തെക്കുറിച്ച് പറഞ്ഞാണ്. ഭരതൻ ചെന്ന് രാമനെ എങ്ങനെ എതിരേറ്റു എന്ന് പറഞ്ഞാണ്. വർണ്ണകക്ഷപതാകാഭിർഹൈമൈശ്ചിത്രധ്വജൈരഥൈ പദശ്വീ രുക്മഫന്നാഹേർ ഫടേ പുരടവർമ്മഭീം സ്വർണകക്ഷപതാകാഭിർഹൈമൈശ്ചിത്രധ്വജൈരഥൈ പദശ്വീ രുക്മഫന്നാഹേർ ഫടേ പുരടവർമ്മഭീം ശ്രേണീഭിർവാരമുഖ്യാഭിർഭൃത്യൈശ്ചൈവ പദാനുഗൈ പാരമേഷ്ഠ്യാന്യുപാദായ പണ്യാന്യുച്ചാവചാനിജം. ശ്രേണീഭിഹി ശ്രേണികൾ കച്ചവടക്കാര്. വാരമുഖ്യാഭിഹി ഭൃത്യൈശ്ച വാരമുഖ്യകൾ വേശ്യസ്ത്രീകൾ. ഭൃത്യൈഹി അനേകം ഭൃത്യന്മാരോടുകൂടി. പദാനുഗൈഹി സഞ്ചരിച്ചു പോകുന്നവരോടും കൂടിയിട്ട്. പാരമേഷ്യാനി ഉപാദായ ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ ഉപാദായ സ്വീകരിച്ചിട്ട് പണ്യാനി ഉച്ചാവചാനിച്ച പണ്യങ്ങൾ ദ്രവ്യങ്ങൾ എടുത്തിട്ട് ശ്രീരാമൻ തന്നെ കാണാൻ പ്രജകളും മഹർഷിമാരും അതേപോലെ ഉപാധ്യായന്മാരും ഗുരുക്കന്മാരും ധാരാളം ജനങ്ങളെത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ രാമനോടുള്ള ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട്, ഇത്രകാലം കാണാതിരുന്ന് കണ്ടത് കൊണ്ട് സ്വീകരിക്കാൻ അവരെ കാഴ്ചദ്രവ്യങ്ങളുമായിട്ടാണ് ചെന്നത്. വെറുതെ കൈ വീശല്ല. രാമനെ എതിരേൽക്കണമെങ്കിൽ കാഴ്ചദ്രവ്യങ്ങൾ വേണം. അതുകൊണ്ടാണ് ശ്രേണീഭിഹി എന്ന് പറഞ്ഞത്. വ്യാപാരികൾ അവരവരുടെ കച്ചവട
ആയ വസ്തുക്കളുമായിട്ട് വന്നിരിക്കുന്നത്. പൂക്കളുണ്ട്, താമ്പൂലമുണ്ട്, മുത്തുമാലകളുണ്ട്, വെള്ളിമാലയുണ്ട്, സ്വർണ്ണമാലയുണ്ട്, അമ്പരങ്ങളുണ്ട്, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, 10 വസ്ത്രങ്ങൾ ഒക്കെ രാമന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതേപോലെ വാരമുഖികൾ എന്ന് വെച്ചാൽ വേശ്യ എന്ന് മാത്രമല്ല, നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ എന്നാണ്. അവരെ പിന്നീട് മലയാളത്തിൽ അങ്ങനെ വിളിച്ചു പോയതാണ്. ഇതാണ് അവിടെ രാജാവിന് വേണ്ടി നൃത്തം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട നർത്തകികൾ. ഭൃത്യശ്ച, കുറെ ഭൃത്യന്മാർ. പദാനുഗൈ, ഇവരൊക്കെ കാലുകൊണ്ട് നടന്നു വന്നവരാണ്. അവര് കയ്യില് പാരമേഷ്ഠ്യാനി പണ്യാനി, ഉത്കൃഷ്ടങ്ങളായ വസ്തുക്കൾ, പണ്യവസ്തുക്കൾ, വിൽപ്പനച്ചരക്ക് പോലെയുള്ള വസ്തുക്കൾ, ഉച്ചാവചാനി പലതരത്തിലുള്ളതാണ്. ഉപാധായ സ്വീകരിച്ചുകൊണ്ടാണ് അവരുടെ വരവ് എന്നർത്ഥം. അപ്പൊ അവരുടെ കയ്യില് ധാരാളം വസ്തുക്കൾ ഉണ്ട്. വിലപിടിപ്പുള്ളത്, നല്ലത്, ശ്രേഷ്ഠമായത്, ഉത്കൃഷ്ടമായത്. അത് രാമന്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കാൻ പാകത്തിന് പോകുന്നവരാണ്. ശ്രേണീഭർവാരമുഖ്യാഭിർഭൃത്തേശ്ചപദാനുഗൈ പാരമേഷ്ഠ്യാന്യുപാദായ പണ്യാന്യുച്ചാവചാനിജാം ശ്രേണീഭർവാരമുഖ്യാഭിർഭൃത്തേശ്ചൈവ പദാനുഗൈ പാരമേഷ്ഠ്യാന്യുപാദായ പണ്യാന്യുച്ചാവചാനിജാം പാദയോർന്യപതത്രംനാ പ്രക്ലിന്ന ഹൃദയക്ഷണം പാദുകേനശ്വപൃത പ്രാഞ്ജല ബാഷ്പലോചനം. പാദയോഹോ ന്യപതത്, പാദങ്ങളിലേക്ക് വീണു. പ്രേംണ, പ്രേമം കൊണ്ട്. പ്രക്ലിന്ന ഹൃദയക്ഷണ, ആർദ്രമായ ഹൃദയത്തോടും കണ്ണുകളോടും കൂടിയവരായിട്ട്. പ്രക്ലിന്നം ആർദ്രമായ, ഹൃദയം ഈക്ഷണം, ഹൃദയത്തോടും നോട്ടത്തോടും കണ്ണോടും കൂടിയവരായിട്ട്. പാദുകയും നിത്യപുരത, പാദുകങ്ങൾ വെച്ചിട്ട്, പുരത മുൻഭാഗത്ത് ചെരുപ്പൊക്കെ എടുത്തു വെച്ചിട്ട്, പ്രാഞ്ജല് ബാഷ്പലോചന, കൈകൂപ്പിക്കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണീരൊഴുക്കിക്കൊണ്ട് രാമനെ എതിരേറ്റു ഇവരെല്ലാം എന്നർത്ഥം. എന്താണ് ഭരതന്റെ ഹൃദയവും കണ്ണും ഭക്തി കൊണ്ട് ദ്രവിച്ചതായി, മയമുള്ളതായി, ക്ലിന്നമായി മെതിയുടെ മുൻഭാഗത്ത് സമർപ്പിച്ച് പാദങ്ങൾ വീണ് നമസ്കരിച്ചു. എതിരേറ്റ് ശിരസിൽ കൈകളെയും നേത്രങ്ങളും അഞ്ജലിയും വഹിച്ചുകൊണ്ട് മുൻഭാഗത്ത് അങ്ങനെ നിന്നു ഭരതൻ. ഭരതന്റെ ഒരു ചിത്രമാണിത്. വാൽമീകി രാമായണവും മറ്റ് രാമായണത്തെക്കാൾ മനോഹരമായ ഒരു ചിത്രം, ഒരു ഭാവന വ്യാസന്റെ വരി കാണാം. ഓടി വന്ന ഭരതൻ തന്റെ മെതിയടി രാമപാദങ്ങളിൽ വിന്യസിച്ചിട്ട് തന്റെ ഹൃദയവും തന്റെ കണ്ണും ആർദ്രമായി, നനവുള്ളതായി. എന്നിട്ട് ഭഗവാന്റെ മുൻപിൽ നമസ്കരിച്ച് എഴുന്നേറ്റ് 2 കൈകളും ശിരസിൽ നിന്നും താക്കാതെ പിടിച്ചുകൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ട് അങ്ങനെ മുമ്പിൽ നോക്കി നിന്നു ജ്യേഷ്ഠനെ. പാദയോർന്യപതത്രംണ പ്രക്ലിന്ന ഹൃദയക്ഷണ പാദുകേ നശ്വപൃത പ്രാഞ്ജൽ ബാഷ്പലോചനം. പാദയോർന്യപതത്രംണ പ്രക്ലിന്ന ഹൃദയക്ഷണം പാദുകേ നശ്വപൃത പ്രാഞ്ജൽ ബാഷ്പലോചനം. തമാശിഷ്ടിചരം ദോർഭ്യാം സ്നാപയന്യത്തജേർജലൈ രാമോ ലക്ഷ്മണ സീതാഭ്യം വിപ്രഭ്യോ യേ അർഹസത്തമാഹം തേഭ്യ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതം. തം ആശ്ലിഷ്യ, അവനെ ആലിംഗനം ചെയ്തിട്ട്, ശിരം, രാമൻ ഓടി വന്ന ഭരതനെ ആലിംഗനം ചെയ്ത് കുറേ സമയം, എത്ര സമയം നിന്നും അറിയില്ല. ദോർഭ്യാം, 2 കൈകൾ കൊണ്ടും ബലമായി ഭരതനെ ആശ്ലേഷിച്ചു. സ്നാപയൻ നേത്രജേർജലൈ,
നേത്രജങ്ങളായ ജലം കണ്ണീരാണ്. കണ്ണീര് കൊണ്ട് സ്നാപയൻ കുളിപ്പിച്ചു. സ്നാപനം ചെയ്യുന്ന കുളിപ്പിക്കാന്ന്. സ്നാപ്പത്തി കുളിക്കുന്നു, സ്നാപയത്തി കുളിപ്പിക്കുക. സ്നാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. ഇത് ക്രിസ്ത്യാനികൾ സ്നാപക യോഹന്നാൻ എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ കേട്ട് പരിചയമുണ്ട്. കുളിക്കപ്പെട്ടവനർത്ഥം. നേത്രജേർ ജലൈഹി സ്നാപയൻ, രണ്ട് കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തു പരസ്പരം. രാമോ ലക്ഷ്മണ സീതാഭ്യാം, രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വിപ്രഭ്യ, വിപ്രന്മാർക്കായിക്കൊണ്ട് ഏ അർഹഭക്തമാഹ, ആരാണോ അർഹിക്കുന്നതിൽ ഉത്തമന്മാർ അവർക്കായി തേഭ്യ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃത, അവർക്കൊക്കെ നമസ്കാരം അർപ്പിച്ചു, പ്രജകളാൽ നമസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അനുജനെ ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് പരസ്പരം കുളിപ്പിച്ച് രാമനും ലക്ഷ്മണനും സീതയും കൂടി ചേർന്ന് അവിടെ നിന്ന് ബ്രാഹ്മണരുടെ എല്ലാം കാലിൽ വീണ് നമസ്കരിച്ചു. അവർക്കെല്ലാം സ്വയം നമസ്കാരം അർപ്പിച്ചു. പ്രജകൾ തിരിച്ച് രാമനെ നമസ്കരിക്കുകയും ചെയ്തു. തമാശിഷിരം ദോർഭ്യം സ്നാപയന്നേയും രാമോ ലക്ഷ്മണ സീതാഭ്യം വിപ്രഭ്യോ സത്തമാഹ തേഭ്യസ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതാം തമാശിഷിരം ദോർഭ്യം സ്നാപയന്നേയും രാമോ ലക്ഷ്മണ സീതാഭ്യം വിപ്രഭ്യോ സത്തമാഹ തേഭ്യസ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതാം ധുന്വന്ത ഉത്തരാഭംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാ കോസലാമാല്യേ കിരന്തോ മുദാഹം. ധുന്വന്ത വീശി, ഉത്തരാഭംഗാൻ ഉത്തരീയങ്ങളെ കൊണ്ട് വീശി. ഉത്തരാഭംഗം ഉത്തരീയം, ധുന്വൻ വീശുക. ഇങ്ങനെ പതിം വീക്ഷ്യ ചിരാഗതം, അയോധ്യാവാസികൾ വളരെ കാലമായി വിട്ടുപിരിഞ്ഞു പോയ രാമനെ കണ്ടപ്പോൾ രാമൻ മടങ്ങി വന്ന് കണ്ട ആ സന്തോഷം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഉത്തരീയം മേൽപോട്ടെറിഞ്ഞു പിടിച്ച് അവർ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു. ഇന്നത്തെ പൊതു മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കാണാം, കയ്യിലിരിക്കുന്ന സാധനം മേളിലേക്കെറിയും, താഴ്ത്തിയത് വന്ന് പിടിക്കും. ഇപ്പൊ വർണ്ണ കടലാസുകളും മറ്റ് ഓരോന്നൊക്കെയാണ്. അന്ന് ഉത്തരീയമാണ്, തോളിലിട്ടിരുന്ന് രണ്ടാം മുണ്ട് മുകളിലേക്ക് വലിച്ചെറിയും, താഴേക്ക് വരുമ്പോൾ അതെടുക്കും. സന്തോഷത്തിനൊരു സൂചന അത്രമാത്രം. ധുന്വന്ത ഉത്തരാഭംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം, ചിരാഗതം പതിം വീക്ഷ്യ. ഉത്തരാഹ കോസലാഹ, ഉത്തരകോസലന്മാർ അയോധ്യ നിവാസികൾ മാല്യൈഹി കിരന്തോ നനുമുദാഹ, മാല്യൈഹി മാല്യങ്ങൾ കൊണ്ട് വിതറുന്നവരായിട്ട്, മാല കെട്ടാൻ ഉപയോഗിക്കുന്ന പൂക്കൾ. മാലയ്ക്ക് വേണ്ടിയുള്ള വസ്തുവാണ് മാല്യം, അത് പൂക്കളാണ്. ആ പൂക്കളൊക്കെ പുഷ്പവർഷം ചെയ്ത് അവരൊക്കെ നനുതുഹു മുദ, സന്തോഷത്തോട് നൃത്തം ചെയ്തു എല്ലാവരും. ധുന്വന്ത ഉത്തരാഭംഗൻ പതിം വീക്ഷിരാഗതം ഉത്തരാ കോസലാമാല്യേ കിരന്തോ മുദാഹം. ധുന്വന്ത ഉത്തരാഭംഗൻ പതിം വീക്ഷിരാഗതം ഉത്തരാ കോസലാമാല്യേ കിരന്തോ മുദാഹം. പാതുകേ ഭരതോ താമരദ്വിജനോത്തമേ വിഭീഷണ സസുഗ്രീവ ശ്വേതഛത്രം മരുത്സദാം. പാതുകേ ഭരതോ അഗൃഹാത് ചാമരദ്വിജനോത്തമേ, ഭരതൻ പാതുകങ്ങളെയും പാതുകേ ഭരതകോ അഗൃഹാത്, ഭരതന്റെ കയ്യിൽ നെരികടിയുണ്ട്. ചാമരവ്യജനോത്തമേ വിഭീഷണ
ഉത്തമങ്ങളായ ചാമരങ്ങളും വ്യജനങ്ങളും വിഭീഷണന്റെ കയ്യിലെ. സുഗ്രീവ ശ്വേതഛത്രം മരുത്സുത. സുഗ്രീവനോടൊപ്പം വെൺകൊറ്റക്കുട കയ്യിൽ പിടിച്ചുകൊണ്ട് മാരുതി കൂടെയുണ്ട്. ശ്രീരാമന്റെ അയോധ്യ പ്രവേശത്തെ വർണ്ണിക്കുകയാണ്. ഭരതൻ നെതികൊണ്ട് കൂടെയുണ്ട്. സുഗ്രീവൻ വിഭീഷണനും ആലവട്ടവും വഞ്ചാമരം വീശുന്നു. ഹനുമാൻ വെൺകൊറ്റക്കുട പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാതുകേ ഭരതോഗർണ ചാമരവ്യജനോത്തമേൻ വിഭീഷണ സുഗ്രീവ ശ്വേതഛത്രം മരുത്സുത. ശ്വേതഛത്രം വെൺകൊറ്റക്കുട. പാതുകേ ഭരതോഗർണ ചാമരവ്യജനോത്തമേ വിഭീഷണ സുഗ്രീവ ശ്വേതഛത്രം മരുത്സുത. ധനുർ നിഷങ്കാൻ ശത്രുഘ്ന സീതാതീർത്ഥകമണ്ഡലും അഭിഭ്രത അംഗത ഖഡ്ഗം ഭൈമം ചർമ്മക്ഷരാൻ നിർവാം. ധനു നിഷങ്കാൻ ശത്രുഘ്ന. ശത്രുഘ്നൻ ആ ധനുഫ് വില്ലും നിഷങ്കം അമ്പുറയും ആവനാഴിയും. സീത തീർത്ഥകമണ്ഡലു. സീത തീർത്ഥം പിടിച്ചിരിക്കുന്ന കമണ്ഡലുത്തിന്റെയും. അഭിഭ്രത് ധരിച്ചു. അംഗത ഖഡ്ഗം. അംഗതൻ വാൾ കയ്യിൽ ധരിച്ചിരുന്നു. ഹൈമം ചർമ്മക്ഷരാൻ നിർവാഹം. ഹൈമം ചർമ്മ സ്വർണം പതിച്ച പരിചയെ തൃക്ഷരാൻ യാമ്പവാനും ധരിച്ചു. കയ്യിൽ ഉണ്ടായിരുന്നു. ധനു നിഷങ്കാൻ ശത്രുഘ്ന സീതാതീർത്ഥകമണ്ഡലും അവിഭ്രത അംഗത ഖഡ്ഗം ഹൈമം ചർമ്മക്ഷരാൻ നിർവാം. ധനുർനിഷങ്കാൻ ശത്രുഘ്ന സീതാതീർത്ഥകമണ്ഡലും അഭിഭ്രത അംഗത ഖഡ്ഗം ഹൈമം ചർമ്മക്ഷരാൻ നിർവാം. പുഷ്പകുസ്തോന്വിത സ്ത്രീഭിः സ്തൂയമാനശ്ച വന്ദിഭിः വിരേജേ ഭഗവാൻ രാജൻ ചന്ദ്രൈവോദിതം. പുഷ്പകസ്ഥോ അന്വിതഃ. പുഷ്പക വിമാനത്തിൽ ഇരിക്കുന്നവനായ രാമൻ. സ്ത്രീഭിഹി അന്വിതഃ. നർത്തകികളായ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനായിട്ട്. സ്തൂയമാനശ്ച ബന്ദിഭിഹി. ബന്ദികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട്. ബന്ദികൾ വൈതാളികന്മാർ, സ്തുതിപാഠകന്മാർ. അവരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട്. വിരേജേ അങ്ങനെ തിളങ്ങി ശോഭിച്ചു ഭഗവാൻ. ഹേ രാജൻ ഗഹേ ചന്ദ്രയോദിത. ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നത് പോലെ ഗുരുശുക്രാദികളോട് കൂടിച്ചേർന്ന് ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ പോലെ ശോഭിച്ചു രാമൻ ഇവിടെ. പുഷ്പകസ്ത്വന്വിത സ്ത്രീഭിः സ്തൂയമാനശ്ച ബന്ദിഭിः വിരേജേ ഭഗവാൻ രാജൻ ഗൃഹൈശ്ചന്ദ്രൈവോദിതാം. പുഷ്പകസ്ത്വന്വിത സ്ത്രീഭിः സ്തൂയമാനശ്ച ബന്ദിഭിः വിരേജേ ഭഗവാൻ രാജൻ ഗൃഹൈശ്ചന്ദ്രൈവോദിത. ഭ്രാതൃഭർനന്ദിതസ്സോപി പോത്സവം പ്രാവിശത്പുരീം. ഭ്രാതൃഭിः നന്ദിതഃ. സഹോദരന്മാരാൽ നന്ദിതഃ അഭിനന്ദിക്കപ്പെട്ടവനായ ആണെങ്കിലും സ്വോത്സവം പ്രാവിശത്പുരീം ഉത്സവത്തോടു കൂടിയ അയോധ്യാപുരിയിലേക്ക് അങ്ങനെ രാമൻ പ്രവേശിച്ചു. ഇതുവരെ രാമന്റെ അയോധ്യ പ്രവേശം എന്നുള്ള ആ ഒരു ഭാഗത്തെ കുറിച്ച് വർണ്ണിച്ചതാണ്. ഭ്രാതൃഭർനന്ദിതസ്സോപി ഫോത്സവം പ്രാവിശത്പുരീം. ഭ്രാതൃഭർനന്ദിതസ്സോപി ഫോത്സവം പ്രാവിശത്പുരീം. പ്രവിശ്യ രാജഭവനം ഗുരുപത്നിഃ സ്വമാതരം ഗുരുൻ വയസ്യാവരജാൻ പൂജിതപ്രത്യപൂജയത്. രാജഭവനം പ്രവിശ്യ. രാജഭവനത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഗുരുപത്നിഃ സ്വമാതരം. ഗുരുപത്നിമാരെയും സ്വന്തം അമ്മയെയും ഗുരുക്കന്മാരെയും. ഇതാണ് പുതിയ ഡ്രസ്സ്. ഹായ്, സ്കൂളിൽ വെച്ച് ഇടിച്ചു കിട്ടോ?
നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പം വീട്ടിലാണെങ്കിലും ഇതൊരു ക്ലാസ് ആണെന്നുള്ള ബോധത്തോടെ ഇരിക്കാവൂ. ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളും നിങ്ങൾ പറയുന്നതും എല്ലാം ഇവിടെ കേൾക്കുന്നത് കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്ക് മറ്റ് ശബ്ദങ്ങളൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അറിയാതെ സംഭവിച്ചതായിരിക്കും നിങ്ങളത്. പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം അക്കാര്യത്തില്. നിങ്ങൾ ഇന്ന് ക്ലാസ്സിലിരിക്കുന്നതിന് ഗൗരവം എന്താണെന്ന് എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ വർത്തമാനം പറയുകയും മറ്റു കാര്യങ്ങൾ എവിടെയും മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകുകയും ചെയ്യും. ഇടയ്ക്ക് ഭാഗവതം കേൾക്കും. അത്രേ ഉള്ളൂ എന്നെനിക്ക് ഒന്നുകൂടി ബോധ്യപ്പെടാൻ ഇതൊരു അവസരം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ബോധ്യതയെ നിങ്ങൾ മാറ്റാതിരിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് പല ദിവസവും പലരിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കോമൺ ആയിട്ട് പറയേണ്ടി വരുന്നത്. ഒന്നുകിൽ നിങ്ങൾ കയറാതിരിക്കുക, അല്ലെങ്കിൽ ഭാഗവതം കേൾക്കുന്ന ഗൗരവത്തോടെ ഒരു ഭക്തിയോടെ ബഹുമാനത്തോടെ കുറച്ച് സമയം ഭാഗവതം കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കയറിയിരിക്കുക. അല്ലെങ്കിൽ കയറണം നിർബന്ധമൊന്നുമില്ല. പ്രസരം ക്ലാസ്സിലെ പോലെ ഇതിന് അറ്റൻഡൻസ് ഒന്നുമില്ല. ആർക്കും ഒരു നിർബന്ധവുമില്ല. ആഗ്രഹമുള്ളവർക്ക് കയറാം. പക്ഷെ കയറുകയാണെങ്കിൽ അത് ഭാഗവതം നിങ്ങൾ വായിച്ചു പഠിക്കുന്നുള്ള ഗൗരവത്തോടെ ഒരു ഭക്തി വിശ്വാസ ബഹുമാനത്തോടെ തന്നെ കയറണം. അതിനിടയിൽ നാട്ടുകാര്യം പറയുക, വീട്ടുകാര്യം പറയുക, വീട്ടിലെ വിശേഷങ്ങൾ പറയുക, ഒപ്പം ഭാഗവതം കേൾക്കുക, യാതൊരു വിശേഷമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കേൾക്കാതിരിക്കുക, മറ്റു കാര്യങ്ങൾ നടക്കട്ടെ, അതാണ് നല്ലത്. ഇത് ഞാൻ ഒരാളോട് മാത്രമല്ല, കോമൺ ആയിട്ടാ പറയുക. കാരണം ഇതിനു മുമ്പ് പല പല ക്ലാസ്സുകളിലും ഇതിങ്ങനെ അനുഭവമാണ്. ഒരു പക്ഷേ നിങ്ങളെ അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ കുറച്ചുകൂടെ അതിൽ ശ്രദ്ധിക്കണം. ഇത് മൊബൈൽ ഓഫ് ആണോ എന്ന് അറിഞ്ഞിട്ടേ പറയാവൂ. നിങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് അത്ര ഉറപ്പായി. ഇത് കേൾക്കുക മാത്രമല്ല നിങ്ങളുടെ ജോലി എന്ന് ഉറപ്പായി. അങ്ങനെയുള്ളപ്പോൾ അത് കയറാതിരിക്കുക എന്നാണ് എനിക്ക് നൽകാനുള്ള ഉപദേശം. ഇത്ര പേര് ഇന്ന പോലെ ഭാഗവതം പഠിച്ചോളം നിർബന്ധമൊന്നും ആർക്കുമില്ല. നിങ്ങൾക്കുമില്ല, എനിക്കുമില്ല, ആർക്കുമില്ല. പക്ഷേ അത് പഠിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ അത് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇനിയുമെങ്കിലും അത് മേലാൽ എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയറാതിരിക്കുക. ഒരു കുഴപ്പമില്ല. പ്രവിശ്യ രാജഭവനം ഗുരുപത്നി സ്വമാതരം ഗുരുൻ വയസ്യാവരജാൻ പൂജിതപ്രത്യപൂജയത്. രാജഭവനത്തിൽ പ്രവേശിച്ചിട്ട് ഗുരുപത്നിമാരെയും സ്വന്തം അമ്മയെയും ഗുരുക്കന്മാരെയും വയസ്യ അവരജാൻ വയസ്യന്മാർ സുഹൃത്തുക്കളെയും അനുജന്മാരെയും പൂജിത പ്രത്യപൂജയത്. അവരാൽ പൂജിക്കപ്പെട്ട് തിരിച്ച് അവരെയും പൂജിച്ചു. യഥോചിതം ഇവർ മൂവരും വന്ന് രാജഭവനത്തിൽ കയറി ഗുരുപത്നിമാരെ നമസ്കരിച്ചു, അമ്മമാരെ നമസ്കരിച്ചു, ഗുരുക്കന്മാരെ നമസ്കരിച്ചു. അതുപോലെ രാജാവിൻ്റെ സുഹൃത്തുക്കളായ അനേകം ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമസ്കരിച്ചു. അനുജന്മാരെ നമസ്കരിച്ചു. അവരൊക്കെ തിരിച്ചും ഇങ്ങോട്ട് നമസ്കരിച്ചു. ഇതും സ്വീകരിച്ചു എന്നൊക്കെ. പ്രവിശ്യ രാജഭവനം ഗുരുപത്നി സ്വമാതരം ഗുരുൻ വയസ്യ അവരജാൻ പൂജിത പ്രത്യപൂജയൻ. പ്രവിശ്യ രാജഭവനം ഗുരുപത്നി സ്വമാതരം ഗുരുൻ വയസ്യാവരജാൻ പൂജിത പ്രത്യപൂജയൻ. വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവത് സമുപേയതു. വൈദേഹിയും ലക്ഷ്മണനും സീതയും ലക്ഷ്മണനും യഥാവത് സമുപേയതു, രാമൻ ചെയ്ത പോലെ തന്നെ വേണ്ടവണ്ണം ഇവരെയൊക്കെ പൂജിച്ചു. വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവത് സമുപേയതു. പുത്രാൻ സ്വമാദരസ്താസ്തു പ്രാണാം തന്മയോദ്ധിതാഹം ആരോപ്യംഗേ അഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഭിർവിജഹുഷുച. പുത്രന്മാരെ, മാതരഹ സ്വന്തം അമ്മമാർ, താഹത്തു അവരെ ആവട്ടെ, പ്രാണാൻ തന്വൈവ ഉദ്ധിതഃ തന്വഹ പ്രാണാനിവ ശരീരങ്ങൾ പ്രാണൻ എന്ന പോലെ എഴുന്നേറ്റവരായിട്ട്. ശരീരം തന്നെയാണ് പ്രാണൻ, രണ്ടു തമ്മിൽ വ്യത്യാസമില്ല എന്ന പോലെ അവർ എഴുന്നേറ്റിട്ട്. അതായത് അമ്മമാരൊക്കെ സന്തോഷമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് അങ്ങനെ മൂർച്ഛിച്ച്
കിടക്കുന്ന ശരീര അവയവങ്ങൾക്ക് ബോധമുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അനക്കാനാവാത്ത കൈകാലുകൾ ഒന്ന് ചലിപ്പിക്കാൻ സാധിച്ചാൽ ഹാവു എന്ത് സന്തോഷമായിരിക്കും. വർഷങ്ങളായിട്ട് അനക്കാൻ മേലാതിരുന്ന കാല് ഒന്ന് അനക്കി കാലിൽ നിൽക്കാം എന്ന് കണ്ടാൽ എന്ത് സന്തോഷമാണ്. ഇങ്ങനെ പ്രാണാൻ തന്വൈവ ഉദ്ധിത തന്വഹ പ്രാണാൻ ഇവ തനുവിൽ പ്രാണങ്ങൾ എന്ന പോലെ ഉദ്ധിതാഹ അവർക്ക് ചാടി എഴുന്നേറ്റിട്ട് ആരോപ്യങ്കേ രാമനെ മടിയിലിരുത്തിയിട്ട് അഭിഷിഞ്ചന്ത്യോ അഭിഷേകം ചെയ്തു. എങ്ങനെ? ബാഷ്പൗഖ് കണ്ണീരിന്റെ കൂട്ടം കൊണ്ട് വിജഹു ശുച ദുഃഖം ഇല്ലാതാക്കി. പുത്രനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടാണ് കരയുന്നത്. കരഞ്ഞ് കണ്ണീര് ധാരാളം പോയി കഴിയുമ്പോൾ അവർ സന്തോഷമാകും, ദുഃഖം അതോടെ തീരും. ദുഃഖത്തിന്റെ വിരേചനം, ദുഃഖത്തെ ഒഴുക്കിക്കളയാൻ കണ്ണീര് കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. ദുഃഖം വരുമ്പോൾ കരയുക തന്നെ ചെയ്യണം. നമ്മൾ കരയണം. കരയുന്നവരോട് കരയരുത് എന്ന് പറയരുത്. അവർ കരയട്ടെ. കരഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ദുഃഖം ഒഴുകി പോവുകയുള്ളൂ. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഒരു ഓവ് വെക്കുന്ന പോലെയാണെന്ന് കാളിദാസൻ ശാകുന്തളത്തിൽ പറയും. ഓവിൽ കൂടി വെള്ളം ഒഴുകി പോകുന്നത് പോലെ കണ്ണെന്ന് പറയുന്ന ഓവിൽ കൂടി ദുഃഖം കണ്ണീരായി ഒഴുകിപ്പോയി കഴിയുമ്പോൾ അകം ശാന്തമാകും. അങ്ങനെ ഈ അമ്മമാരെ പുത്രന്മാരെ മടിയിലെടുത്ത് വെച്ച് ആശ്ലേഷിച്ച് കണ്ണീരൊഴുകി. പുത്രൻ സ്വമാതരസ്താസ്തു പ്രാണാം തന്മയോദ്ധിതാഹ ആരോപ്യങ്കേഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഖേർജുഷുത. പുത്രൻ സ്വമാതരസ്താസ്തു പ്രാണാം തന്മയോദ്ധിതാഹ ആരോപ്യങ്കേഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഖേർജുഷുത. ജടാ നിർമ്മുച്യ വിധിവൻ പുരവദ്ധൈഫമം ഗുരു അഭ്യഷിഞ്ചത്യഥൈവേന്ദ്രം ചതുസിന്ധുജലാദിഭി. ജഡാഹ നിർമ്മുച്യ, ജഡ വടിച്ചു കളഞ്ഞിട്ട്, മോചിപ്പിച്ചിട്ട്, ജഡ വെട്ടിക്കളഞ്ഞിട്ട്, വിധിവത് വിധി അനുസരിച്ച് കുലവൃദ്ധൈഫമം ഗുരു കുലവൃദ്ധന്മാരോടൊപ്പം ഗുരു അഭിഷേകം ചെയ്തു. യഥാ ഏവ ഇന്ദ്രം ചതുർജലാദിഭി. 4 സമുദ്രത്തിലെ ജലങ്ങൾ കൊണ്ട് ഇന്ദ്രനെ അഭിഷേകം ചെയ്തതുപോലെ ഇവിടെ രാമനെ അഭിഷേകം ചെയ്തു. ആര്? ഗുരു. കുലവൃദ്ധന്മാരോടൊപ്പം ചേർന്നിട്ടാണ് അഭിഷേകം ചെയ്തത്. അഭിഷേകം ചെയ്യണമെങ്കിൽ ജഡ മുറിച്ചു കളയണം. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന വ്രതത്തിന് അഴിവ് വരുത്തണം. വൽക്കല മാറ്റണം, ജഡ മാറ്റണം. ഇങ്ങനെ ഒരു സന്യസ്ത ചിഹ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഗൃഹസ്ഥാശ്രമിയായ രാജാവിന്റെ അടയാളം സ്വീകരിച്ചു വേണം അഭിഷേകം ചെയ്യാൻ. ജഡാ നിർമ്മുച്യ വിധിവത് കുലവൃദ്ധൈ സമം ഗുരു അഭ്യഷിഞ്ചത് യഥൈവേന്ദ്രജലാദിഭേ. ജഡാഹ നിർമ്മുച്യ വിധിവത് കുലവൃദ്ധൈ സമം ഗുരു അഭ്യഷിഞ്ചത് യഥൈവേന്ദ്രം ചതുർസിന്ധുജലാദിഭേ. ഏവം തപശിരസ്നാന സുവാസാഭ്യലംകൃത ഫലംകൃതൈ സുവാസോഭിർഭൗ. ഏവം കൃതശിരസ്നാന, ഇപ്രകാരം തല ഉൾപ്പെടെ മുങ്ങിക്കുളിച്ചിട്ട് ശിരസ്നാനം ചെയ്തിട്ട് സുവാസാഹ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പ്രഗ്വീ അലങ്കൃത മാല ചാർത്തി അലങ്കരിക്കപ്പെട്ടവനായി ഫു അലങ്കൃതൈഹി ഫലങ്കൃതൈഹി നന്നായി അലങ്കരിക്കപ്പെട്ട സുവാസോഭിഹി നല്ല വസ്ത്രങ്ങളാൽ ഭ്രാതൃഭിഹി ഭാര്യ ബഭൗ അനുജന്മാരോടും സീതയോടൊപ്പം അങ്ങനെ തിളങ്ങി ശോഭിച്ചു രാമൻ. ഏവം കൃതശിരസ്നാന സുവാസാസ്രഗ്വലങ്കൃത ഫലങ്കൃതൈ സുവാസോഭിർഭ്രാതൃഭാര്യ ബഭൗ. ഏവം കൃതശിരസ്നാന സുവാസാസ്രഗ്വലങ്കൃത ഫലങ്കൃതൈ സുവാസോഭിർഭ്രാതൃഭാര്യ ബഭൗ. അഗൃഹീതാസനം ഭ്രാത്രാവണിമത്യ പ്രസാദിതാം പ്രജാ സ്വധർമ്മനിരതാ വർണ്ണാശ്രമഗുണാന്വിതാ ജുഗോപപിതൃവദ്രാമോ മേനിരേ പിതരം ചതം.
അഗ്രഹീത ആസനം. ഗ്രഹീത സ്വീകരിച്ചു. ആസനം സിംഹാസനം. ഛാത്ര സഹോദരനാൽ പ്രണിപത്യ പ്രസാദിത, നമസ്കരിച്ച് പ്രസാദിക്കപ്പെട്ടവനായി. പ്രജാഹ സ്വധർമ്മനിരതാഹ, പ്രജകൾ സ്വധർമ്മനിരതന്മാരായി. വർണ്ണാശ്രമ ഗുണാൻവിതാഹ, വർണ്ണാശ്രമ ഗുണങ്ങളോട് കൂടിയവരായി. ജുഗോപ രക്ഷിച്ചു. പിതൃവത് രാമോ, പിതാവിനെ പോലെ രാമൻ. മേനിരേ പിതരം ചിതം, ജനങ്ങൾക്ക് അവൻ പിതാവ് തന്നെയാണെന്ന് തോന്നി, വേറെ ആളാന്ന് തോന്നിയില്ല. മേനിരേ വിചാരിച്ചു. തം അവനെ, പിതരം മേനിരേ, അവനെ പിതാവായിട്ട് തന്നെ വിചാരിച്ചു. അപ്പം സിംഹാസനം ഭരതൻ നമസ്കരിച്ച് പ്രാർത്ഥിച്ചതനുസരിച്ച് സിംഹാസനത്തിൽ കയറിയിരുന്നിട്ട് എല്ലാ പ്രജകൾക്കും സ്വധർമ്മനിരതന്മാരായി. രാമൻ എപ്പോൾ സിംഹാസനാരൂഢനായോ അപ്പോൾ പ്രജകൾക്ക് അവരുടെ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റി. ആ എല്ലാ വർണ്ണികളും ആശ്രമികളും അവരുടെ ധർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചു. അങ്ങനെ രാജ്യത്തെ രക്ഷിച്ചു രാമൻ പിതാവിനെ പോലെ. എന്ന് മാത്രമല്ല, ജനങ്ങൾ ഈ പിതാവാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അഗ്രഹീതാസനം ഭ്രാത്രാവണിവത്യ പ്രസാദിതാം പ്രജാ സ്വധർമ്മനിരതാ ആശ്രമഗുണാൻവിതാഃ യുഗോപപിതൃവദ്രാമോ മേനിരേ പിതരം ജതം. അഗ്രഹീതാസനം ഭ്രാത്രാവണിവത്യ പ്രസാദിതാം പ്രജാ സ്വധർമ്മനിരതാ വർണ്ണാശ്രമഗുണാൻവിതാഃ യുഗോപപിതൃവദ്രാമോ മേനിരേ പിതരം ജതം. ത്രേതായാം വർത്തമാനായാം കാലകൃതസമോഭവത് രാമേ രാജനിധർമ്മജ്ഞേ സർവഭൂത സുഖാവഹേ. ത്രേതായുഗത്തിലാണ് വർത്തിക്കുന്നതെങ്കിലും കാലകൃത സമോഭവത്, കൃതയുഗം പോലെ തോന്നി ഈ കാലത്തെ. കാരണം എന്താണ്? ധർമ്മത്തിനൊരു കുറവുണ്ടായത്. കൃതയുഗത്തിൽ ധർമ്മത്തിന് 4 കാലുകളുണ്ട്, ഒരു കുറവില്ല. ത്രേതായുഗത്തിൽ വന്നപ്പോ കുറവുണ്ട്, പക്ഷെ ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയില്ല. ഇത് കൃതയുഗമാണെന്നേ ജനങ്ങൾക്ക് തോന്നിയുള്ളൂ. കാരണം ഈ ധർമ്മമാകുന്ന പശുവിന് ആദിയിൽ 4 കാലുണ്ടായിരുന്നുവെന്നും ത്രേതായുഗത്തിൽ ഒരെണ്ണം കുറഞ്ഞെന്നും പിന്നെ ദ്വാപരത്തിൽ ഒന്നുകൂടെ കുറഞ്ഞെന്നും കലിയുഗത്തിൽ അടുത്തവും പോയിന്നും ഒക്കെ ഭാഗവത്തിന് മുമ്പ് പലപ്പോഴും വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീരാമൻ രാജാവായിരുന്നപ്പോൾ ത്രേതായുഗത്തിലെ പോലെ ധർമ്മത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെന്താണ്? കൃതയുഗം പോലെയായി. ത്രേതായാം വർത്തമാനായാം കാലകൃത സമോഭവൽ രാമേ രാജനിധർമ്മജ്ഞേ സർവഭൂത സുഖാവഹേ. ത്രേതായാം വർത്തമാനായാം കാലകൃത സമോഭവത് രാമേ രാജനിധർമ്മജ്ഞേ സർവഭൂത സുഖാവഹേ. വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവ സർവേ കാമദുഃഖാസൻ പ്രജാനം ഭരതർഷഭാം. നാനാധിവ്യാധിജരാഗ്രാനി ദുഃഖശോകഭയക്രമാഃ മൃത്യുശ്ചാനിച്ഛതാമാസീൻ രാമേ രാജന്യഥോക്ഷജേ. വനാനി നദ്യഃ ഗിരേഃ, വനങ്ങൾ, നദികൾ, ഗിരികൾ. വർഷാണി, വർഷങ്ങൾ, ഭൂഖണ്ഡങ്ങൾ. ദ്വീപസിന്ധവഃ, ദ്വീപുകൾ, സമുദ്രങ്ങൾ. സർവേ, എല്ലാവരും. കാമദുഃഖാഹ, ആഗ്രഹങ്ങളെ കറന്നു കൊടുക്കുന്നവരായിട്ട് തീർന്നു. പ്രജാനാം, പ്രജകൾക്ക്. ഹേ ഭരതർഷഭ, വനങ്ങളൊക്കെ പ്രജകൾക്ക് ആ വനത്തിൽ നിന്ന് കിട്ടേണ്ട ദ്രവ്യങ്ങളൊക്കെ യഥാസമയം കൊടുത്തുകൊണ്ടേയിരുന്നു. നദികൾ എല്ലാ സമയവും വെള്ളമുള്ളതായിരുന്നു. ഗിരികൾ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പൊഴിച്ച് യഥാകാലത്ത് കൃഷി സമ്പന്നമാക്കി. ഭാരതവർഷങ്ങൾ, ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും സമുദ്രങ്ങളും ഇവരെല്ലാവരും എന്ത് കാമം ആരാഗ്രഹിച്ചാലും സാധിച്ചു കൊടുക്കാൻ പര്യാപ്തരായി തീർന്നു. വനാനിനദ്യോഗിരയോ വർഷാണി ദ്വീപസിന്ധവാം സർവേ കാമദുഃഖാസൻ പ്രജാനം ഭരതർഷഭാം. വനാനി നദ്യോഗിരയോ വർഷാണി ദ്വീപസിന്ധവാം സർവേ കാമദുഃഖാസൻ പ്രജാനം ഭരതർഷഭാം.
ആധിവ്യാധിജരാഗ്ലാനി ദുഃഖശോക ഭയക്ലമാഹ. ആധിവ്യാധികളില്ല, ആധിയുമില്ല വ്യാധിയുമില്ല. ഒന്ന് രോഗവും ഒന്ന് മനോരോഗവുമാണ്. ഇത് രണ്ടുമില്ല, ആധികളുമില്ല വ്യാധികളുമില്ല. ജരാഗ്ലാനി, ജര കൊണ്ടുള്ള ഒരു ഗ്ലാനിയില്ലേ, ജര ബാധിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് മുഖമൊക്കെ ഒന്ന് വാടും. ആ ശരീരമൊക്കെ ചൊക്കിച്ചൊളിഞ്ഞല്ലോ എന്നുള്ളത് മുഖത്തിന്റെ വാട്ടം ഉണ്ടാകും. ഇത് അവിടെ ഉണ്ടായില്ല. ജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഹ. ദുഃഖം, ശോകം, ഭയം, ക്ലമം, ക്ഷീണം, ഇതൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ദുഃഖങ്ങൾ ഉണ്ടായില്ല, ശോകം ഉണ്ടായില്ല, ഭയം ഉണ്ടായില്ല, ക്ലമം ഉണ്ടായില്ല, ഒരു തളർച്ചയും ഉണ്ടായില്ല. മുത്തിഷ്ഠ അനിച്ഛതാം ആസീത്. ആഗ്രഹിക്കാത്തവർക്ക് മരണവും ഉണ്ടായില്ല. അനിച്ഛതാം, ആഗ്രഹിക്കാത്തവർക്ക് മൃത്യുശ്ച, മൃത്യുവും ആസീത് ഉണ്ടായിരുന്നില്ല. ആഗ്രഹിക്കുന്നവർക്കേ മരിക്കാൻ പറ്റുള്ളൂ. മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മരിക്കാം, ഇല്ലെങ്കിൽ മരണം ഉണ്ടാവില്ല. രാമേ രാജന്യഥോക്ഷത. അധോക്ഷജനായ രാമൻ രാജാവായിരുന്നപ്പോൾ ഇതായിരുന്നു ആ അയോധ്യ നിവാസികൾക്ക് അനുഭവിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മഹത്വം. മരിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മരണഭയം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നാധിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഹ മൃത്യുശ്ചാനിച്ഛതാമാസീത് രാമേ രാജന്യഥോക്ഷജേ. നാധിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഹ മൃത്യുശ്ചാനിച്ഛതാമാസീത് രാമേ രാജന്യഥോക്ഷജേ. ഏകപത്നീവതരോ രാജർഷിചരിതശുചി സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷേൻ സ്വയമാചരൻ. ഏകപത്നീവതധര, ഏകപത്നീവതം ധരിച്ചവനായിട്ട് രാജർഷിചരിത, രാജാവാണെങ്കിലും ഋഷിയെ പോലെ ആചരിക്കുന്നവൻ. രാജർഷിചരിത ശുചി പത്മരൻ. സ്വധർമ്മം ഗൃഹമേധീയം, സ്വധർമ്മമായ ഗാർഹസ്ഥ്യത്തെ ശിക്ഷയൻ പഠിപ്പിക്കുന്നത് പോലെ സ്വയം ആചരൻ, തന്നെത്താൻ ആചരിച്ചു. ഇപ്പോഴാണ് രാമൻ ഗാർഹസ്ഥ്യം സ്വീകരിച്ചതിട്ടാണ് വിവാഹം കഴിച്ചെങ്കിലും സ്വീകരിച്ചില്ല. തന്റെ ഗാർഹസ്ഥ്യം ജനങ്ങൾ കണ്ടുപിടിക്കട്ടെ, ഇങ്ങനെ വേണം എന്ന് ജനങ്ങളെ കാണിക്കാൻ പാകത്തിനുള്ള ഗൃഹസ്ഥാശ്രമത്തെയാണ് രാമൻ അനുഷ്ഠിച്ചത് എന്നാണ്. ഏകപത്നീവതരോ രാജർഷിചരിതശുചിം സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരത്. ഏകപത്നീവതരോ രാജർഷിചരിതശുചി സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരത്. പ്രേംണാനുവൃത്യാ ശീലേന പ്രശ്രയാവനതാഫതി ധിയാ ഹ്രിയാജഭാവജ്ഞാ ഭർത്തുഫീതാഹരന്മന. പ്രേംണ, പ്രേമം കൊണ്ടും, അനുവൃത്യ, അനുസരണം കൊണ്ടും, ശീലേന, സ്വഭാവം കൊണ്ടും, പ്രശ്രയാവനത, വിനയം കൊണ്ട് കുനിഞ്ഞവളായിട്ട്. പ്രശ്രയം വിനയം, അവനതം കുനിഞ്ഞവൾ, പ്രശ്രയാവനത വിനയം കൊണ്ട് കുനിഞ്ഞവളുമായിട്ട് സതീ ആയി തീർന്നിട്ട് ഇതിനുള്ള ഒരു പേരല്ല. അപ്പൊ പ്രേമം കൊണ്ടും അനുസരിക്കൽ കൊണ്ടും സ്വഭാവം കൊണ്ടും വിനയം കൊണ്ടും തോളും കൂടിയവളായി തീർന്നിട്ട് ധിയാ ഹ്രിയാച, ബുദ്ധിയോടും ലജ്ജയോടും ഭാവജ്ഞ ഭർത്തുഹു, ഭർത്തുഹു ഭാവജ്ഞ, ഭർത്താവിന്റെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവളായ ഭാര്യ. അത് ഭാര്യയുടെ ഏറ്റവും വലിയ കടമയാണ്. തന്റെ ഭർത്താവിന്റെ ഹിതാഹിതങ്ങളും ഇംഗിതവും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഒരു നോട്ടം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ ഭർത്തുഹു ഭാവജ്ഞ സീത അഹരത് മനഃ.
മനസ്സിനെ, രാവന്റെ മനസ്സിനെ അഹരത് ഹരിച്ചു, അപഹരിച്ചു. സീതയെ രാവണൻ അപഹരിച്ചെങ്കിലും ഇപ്പോൾ രാമന്റെ മനസ്സിനെ സീത അപഹരിച്ചു. അഹരത് മന, എങ്ങനെ? ബുദ്ധി കൊണ്ടും ലജ്ജ കൊണ്ടും. ഇത് രണ്ടും സ്ത്രീകളിലെ ഏറ്റവും വലിയ അടയാളമാണ്. തക്ക സമയത്ത് വേണ്ട വിധത്തിലുള്ള ബുദ്ധി ഉണ്ടാവുക, പിന്നെ എന്താണ്? ലജ്ജയുള്ളതായിരിക്കുക, ലജ്ജാവതികളായിരിക്കുക സ്ത്രീകൾ. ഈ രണ്ട് സ്വഭാവത്തോടുകൂടി തൻ്റെ ഭർത്താവിൻ്റെ ഭാവം, ഇംഗിതം, ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നവളായ സീത രാമന്റെ മനസ്സിനെ അപഹരിച്ചു. പ്രേംണാനുപ്രത്യാശീനേന പ്രശ്രയാവനതാഫതീൻ ധിയാഹ്രിയാജഭാവജ്ഞാഭർത്തു സീതാഹരന്മന. പ്രേംണാനുപ്രത്യാശീയേന പ്രശ്രയാവനതാഫതീൻ ധിയാഹ്രിയാജഭാവജ്ഞാഭർത്തു സീതാഹരന്മന. പ്രേംണാനുപത്യാശീലേന പ്രശ്രയാവനതാഫതി ധിയാഹ്രിയാജഭാവജ്ഞാഭർത്തു സീതാഹരന്മന. ഇങ്ങനെ 10ാമത്തെ അധ്യായം നമ്മൾ സമാപിപ്പിച്ചു. 11ാം അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് എടുക്കാം. അതും കൂടി രാമന്റെ കഥയാണ്. അതും കൂടി കഴിഞ്ഞിട്ടേ അത് തീരുകയുള്ളൂ. ഈ അധ്യായത്തിനും ഉത്തരരാമായണത്തിൽ ഇപ്പം അധ്യാത്മ രാമായണത്തിൽ പറയുന്ന പോലെ തന്നെ അഭിഷേകം വരെയുള്ള, യുദ്ധഖണ്ഡം വരെയുള്ള രംഗങ്ങളാണ് സമാപിച്ചത്. ഉത്തരഖണ്ഡത്തിന്റെ കഥയും കൂടി പറഞ്ഞെങ്കിലേ രാമായണം മുഴുവനാവുകയുള്ളൂ. ഉത്തരഖണ്ഡത്തിന്റെ കഥ അടുത്തൊരു ചെറിയ അധ്യായത്തിൽ സംഗ്രഹിച്ച് പറഞ്ഞ് രാമായണ കഥ പൂർണ്ണമാക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കാം. സംശയമുള്ളവർ ചോദിക്കാം, അല്ലെങ്കിൽ സാർ ഈ ചർമ്മക്ഷരാൻ എന്ന് പറഞ്ഞ എന്തായിരുന്നു? ചർമ്മ വൃക്ഷരാജ്, വൃക്ഷ എന്നാണല്ലേ? ചർമ്മക്ഷരാളെന്ന് സന്ധി വരുന്നതാണ്. ശരി ശരി. അപ്പൊ ജാമ്പവാനായിട്ട് വരും. അതെ, അരാദേശം. അതെ, ചർമ്മ വൃക്ഷരാജ്, ചർമ്മരേ, ചർമ്മക്ഷരാജ്. ഉരന്റെ അപരഹ എന്നുള്ള പുസ്തകം കൊണ്ട് അവിടെ വരുന്ന ഗുണം രാജ ആയുടെ ചേർത്തേ വരികയുള്ളൂ, അരെന്നേ വരികയുള്ളൂ. ഒരു ഗൃഹൈചന്ദ്ര എന്നുള്ള വാക്ക് ഏതാ? ഗൃഹൈചന്ദ്ര. മറ്റുള്ള ഗ്രഹങ്ങളോടൊപ്പം ചന്ദ്രൻ എന്ന പോലെ. മറ്റുള്ള ഗ്രഹങ്ങളോടൊപ്പം ചന്ദ്രൻ ശോഭിക്കുന്ന പോലെ. ചന്ദ്രൻ ഒറ്റക്കല്ല, ചന്ദ്രകൂടെ മറ്റ് ഗ്രഹങ്ങൾ കൂടെയുണ്ട്. അപ്പോഴാണ് കൂടുതൽ ശോഭ. മേനിരേ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിചാരിച്ചു. മേനെ, മേനാതെ, മേനിരേ. ആത്മനിപതിലിട്ടാണ് മേനെ വിചാരിച്ചു. അതിന് ബഹുവചനം മേനിരേ. ആത്മനിപദമാണല്ലേ? അതെ, മേനെ, മേനാതെ, മേനിരേ. വിചാരിച്ചു. ശരി സാർ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓ ആയിക്കോട്ടെ സാർ. ഭാരതൻ എന്തിനാ ഈ പിന്നെ വ്രതത്തിന്റെ ഭാഗമായിട്ടാണോ ഗോമൂത്രത്തിൽ യവം ഭരതനെ യവം ഗോമൂത്രത്തിൽ പാകം ചെയ്ത യവം കഴിച്ചെന്ന് പറഞ്ഞല്ലോ? അതെ, അത് വ്രതഭാഗമായിട്ടാണോ? അങ്ങനെ എന്താണ്? അതെ, വ്രതത്തിന്റെ അംഗമായിട്ട് അദ്ദേഹം തന്നെ നിശ്ചയിച്ചാണ്. അത് ശരി. കാട്ടിലായിരിക്കുമ്പോൾ യവം മാത്രം മതി. കാട്ടിലെ പോലെ നാട്ടിൽ കഴിക്കുമ്പോൾ അതിനെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണം. അപ്പൊ ഗോമൂത്രം ചേർത്ത് ശുദ്ധീകരിച്ചിട്ട് വേണം കഴിക്കാൻ. അതുപോലെ അതിന്റെ രുചി കുറയ്ക്കാൻ വേണ്ടി. അതെ, അതിന്റെ സ്വാദും കുറയും തന്നെ, കുറച്ചത് ശുദ്ധമാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വേവിച്ച് കഴിച്ചു. അത് ആദ്യമായിട്ട് കേൾക്കുക. അത് വ്യാസനാഥ് പറഞ്ഞത് അതാണ്. മറ്റു രാമായണത്തിൽ പറയുന്നില്ല. വ്യാസൻ ഈ 50 ശ്ലോകത്തിനകത്തില് അതെ 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 വാൽമീകി മഹർഷി വാൽമീകി രാമായണത്തിൽ പറഞ്ഞത് കൂടാതെ കയ്യിൽ നിന്നും കുറെ അധികം ഇട്ട് അതിനെ കുറെ കൂടെ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ സുന്ദരമായൊരു കാവ്യാക്കി. കാവ്യഭംഗി നന്നായ വ്യാസന്റെ ഭാവന എവിടെയാണല്ലോ. കാവ്യഭംഗി കൊണ്ട് കുറച്ച് സമ്പന്നമാക്കി രാമായണം, സമ്പന്നമാക്കി. അതുപോലെ തന്നെ അതിലെ ഏറ്റവും
ശരിക്കും ഇത്രയും ഹ്രസ്വമായിട്ട് രാമന്റെ ഭരണത്തെ വാൽമീകി അതൊരു വാക്കിൽ അതെ 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 രണ്ട് ശരിയാ, ശ്ലോകത്തിലൂടെ രാമരാജ്യത്തിന്റെ രാമരാജ്യം വർണ്ണന. അതെ രാമരാജ്യം 2 ശ്ലോകത്തിലൂടെ രാമരാജ്യത്തെ എന്താ പറയുന്നത് അങ്ങേയറ്റം സുന്ദരമായിട്ട് അവതരിപ്പിച്ചു. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ 3 അധ്യായത്തിൽ പറയുന്ന രാമായണം വായിക്കുമ്പോൾ നമുക്ക് രാമായണ കഥ അറിയാവുന്ന നമുക്ക് ഒത്തിരി അത്ഭുതങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ്. വ്യാസരാമായണം എന്ന പേരിൽ നമുക്ക് ഇതൊരു രാമായണം ആക്കാം. അല്ല ഇതൊരു ഖണ്ഡകാവ്യത്തിന്റെ എല്ലാ ആസ്വാദനവും ഉണ്ട്. കാരണം ആ മഹാകാവ്യത്തെ ഒരു ഖണ്ഡകാവ്യമായിട്ട് മാറ്റി പ്രത്യേകിച്ച് ചുരുക്കി വർണ്ണിക്കേണ്ടത് വിസ്തരിച്ചു. അയോധ്യ വർണ്ണിച്ചു. കയ്യിൽ നിടേണ്ടിയത് കയ്യിൽ ഇടുകയും ചെയ്തു. അതെ. അതുപോലെ തന്നെ ആ ശരിക്കും പറഞ്ഞാൽ ഭരതൻ രാമനെ എതിരേൽക്കുന്നത് അതാ പറഞ്ഞ അയോധ്യ പ്രവേശനം പ്രതിമാ നാടകത്തിൽ ശരിക്കും നാടകീയമായിട്ട് കാണിക്കുന്നതിനേക്കാൾ ഈ 2 ശ്ലോകത്തിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ചിത്രം കാണാവുന്ന പോലെ അവതരിപ്പിക്കുന്നത്. മറ്റേതൊരു നാടകമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇവിടെ ആ നാടകീയത ശരിക്കും നമ്മുടെ മുമ്പിൽ അങ്ങനെ വരച്ച് കാണിച്ചു അതിമനോഹരമായിട്ട്. അപ്പൊ ഇനി നമുക്ക് പറയാം വ്യാസരാമായണവും ഉണ്ട് എന്ന് പറയാം. ഉണ്ട്. ഈ വ്യാസന്റെ ഈ 3 അധ്യായം വായിച്ച രാമായണം വായിച്ച ഫലമായില്ലേ? അതെ 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 വളരെ ഹൃദയസ്പൃക്കായിട്ട് തന്നെ. അതെ അതെ അതെ. അത് അല്ല, അതിലെ ഏറ്റവും വലിയ രസം മേൽപ്പത്തൂരാണെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടുള്ള പദങ്ങൾ ചേർത്ത് ശാർദൂല വിക്രീഡത്തിൽ സംഗ്രഹിച്ചത് ഇവിടെ വെറും അനുഷ്ഠുപ്പ് വൃത്തത്തിൽ എത്ര മനോഹരമായിട്ട് എന്റെ അമ്മേ. മനസ്സിലായി. ഇല്ലല്ലോ, വന്നില്ല ഇതുവരെ. ഇല്ല. നോക്കി. വൈഫ് ബാങ്കിലാ. അപ്പൊ പിന്നെ ഞങ്ങൾ ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു അതേ വരുന്നൊക്കെ. അപ്പൊ എപ്പോഴും നോക്കുന്നുണ്ട്. ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. എന്താണ് എത്രയായിട്ടും വരുന്നില്ലല്ലോ. ഇന്ന് മിസ്സായതായിരിക്കും. ഇന്ന് കിട്ടിയിട്ടില്ല എന്തായാലും. അതുറപ്പാ. അപ്പൊ നമുക്ക് അടുത്ത അധ്യായം കൂടിയുണ്ട്. അതിൽ ഉത്തരരാമായണം കൂടി ആകുമ്പോൾ പൂർണ്ണമാകും. അത് നമുക്ക് കാണാം. അടുത്ത വർഷം കാണാം എങ്ങനെയാണ് ഇതിനെ അദ്ദേഹം. പട്ടാഭിഷേകവും അങ്ങനെയാണല്ലോ. ആ 2 ശ്ലോകം കൊണ്ട് പട്ടാഭിഷേകം കഴിയും. അതിനേക്കാൾ കൂടുതൽ അയോധ്യ പ്രവേശം വർണ്ണിച്ചു പോകുന്നത്. പക്ഷെ അഭിഷേകം വർണ്ണിക്കുന്ന പിന്നെ തുടക്കം തന്നെ രാമായണം മുഴുവൻ ആ 4 ശ്ലോകത്തിൽ അല്ലേ? ഒറ്റ ശ്ലോകത്തിൽ രാമായണം ഒതുക്കിയിട്ടല്ലേ മുമ്പോട്ട് പോകുന്നത്. ഒരു പ്രത്യേകതയാ രാമായണം പറയുമ്പോൾ. അത് നമ്മളിപ്പോ ഈ ഭാഗവതം ശരിക്കും പഠിക്കുമ്പോഴേ അത് അറിയത്തുള്ളൂ. അതൊക്കെ മനസ്സിലാവുന്നത്. അത് സപ്താഹത്തിൽ ഇതൊക്കെ വായിച്ചു വിടുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. ആരും നോക്കാൻ ശ്രദ്ധിക്കുക പോലും ഇല്ല. സപ്താഹത്തിലൊന്നും ഇതിനെ കുറിച്ചൊന്നും പരാമർശിക്കുക പോലും ചെയ്യാറില്ലല്ലോ. ഒന്നുമില്ല. കാരണം വ്യാസൻ ഇത്രയും മനോഹരമായിട്ട് ഇതിനെ സംഗ്രഹിച്ചു എന്ന് തന്നെയല്ല, കാവ്യാത്മകമായിട്ട് ഇത്രയും അവതരിപ്പിച്ചിട്ടുള്ള ഭാഗത്തെ ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാറില്ലായിരുന്നു. എനിക്ക് എവിടെയോ ഒരിക്കൽ കിട്ടിയ സത്രത്തിലെ വിഷയം ഇതായിരുന്നു, രാമായണമായിരുന്നു. അപ്പൊ ഞാൻ കിട്ടിയ സമയം കൊണ്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ അവിടെ വിഷയം നിശ്ചയിച്ചവർക്ക് സാമാന്യം ഭാഗവതത്തെ കുറിച്ച് ബോധമുള്ളവരായിരുന്നായിരിക്കും വന്നപ്പോ. ഓരോ വിഷയം ഓരോരുത്തർക്ക് ഓരോ പ്രാവശ്യം ഓരോ വിഷയം കൊടുക്കും. അങ്ങനത്തെ എനിക്ക് യാദൃശ്യം വന്നൊരു വിഷയമാണ് അത്. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സില് കാണാം. നാളെ ഉണ്ട്, കുഴപ്പമില്ല. നാളെ ഇല്ലയോ സാറേ? നാളെ ഉണ്ടല്ലോ. ദശമല്ലേ? അങ്ങനെ
ഇത് രണ്ടും വേണ്ട ഒരു കൊല്ലം ഇപ്പം ഇതിപ്പം ഇതൊരു 10 അധ്യായം കൊണ്ട് ഇതങ്ങ് തീരുമല്ലോ. ഇത് എന്നാൽ ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ഏകാദശി 10 15 എടുക്കണം സാറേ, 11 12 എടുക്കണം, അതാണ് പ്രധാനം. അല്ല നമ്മൾ 10 അതാണ് 10 നമ്മൾ എടുത്ത് കഴിയുമല്ലോ. കഴിഞ്ഞ 11 12 നവമം കഴിഞ്ഞിട്ട് നമുക്ക് 11 തുടങ്ങാമല്ലോ. തത്വം മുഴുവൻ അതിലല്ലേ. 10 ബാക്കി 10 ഇപ്പൊ 85 ആകാറായി, 86 കഴിഞ്ഞാൽ 90 കൊണ്ട് തീരും. അപ്പോഴത്തേക്ക് ഇതും തീരുള്ളൂ. ഏതാണ്ട് ഇത് രണ്ടും ഒരുപോലെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഏകാദശം 2 ക്ലാസ് കൊണ്ടും എടുക്കാം. ശരിയാ. അത് ശരിയാ. അപ്പൊ അത് കുറച്ച് വേഗം നമുക്ക് തീർന്നു കിട്ടും. ഏകാദശം ദ്വാദശം അങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് അങ്ങ് പോകും. അപ്പൊ അടുപ്പിച്ച് 2 ക്ലാസ് കിട്ടത്തൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പിന്നെ വൈൻഡ് അപ്പ് ചെയ്താൽ എത്രയായിട്ട്. അപ്പൊ ഭാഗവതം മുഴുവനാകും, ആദ്യം മുതൽ അവസാനം വരെയാകും. ഏകാദശം ഇത്തിരി പതുക്കെ പോകാൻ പറ്റുള്ളൂ. എങ്കിൽ തന്നെ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഇത് മറ്റേത് ഏതാണ്ട് വലിയ വ്യത്യാസമില്ല, തീരും. അഥവാ ഒരു ഗ്യാപ്പ് വന്നാലും ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വന്നിട്ടങ്ങനെ ഇപ്പൊ സംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്തേ. നമസ്കാരം.